പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശയ്യ 12:5 കർത്താവിന് സ്തുതി പാടുവിൻ, അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകാത്മീയ വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിന് ഒത്തതായി മാറട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സേവർക്കാൻ അലിച്ചനെ അഭിഷേകാഗ്നിയിൽ എല്ലാ ഞായറാഴ്ചയും കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം നമുക്കുള്ളപ്പോൾ കർത്താവ് വലിയൊരു അത്ഭുതം ചെയ്തു. ശരിക്കും പറഞ്ഞാൽ 33 ദിവസം വിമല ഹൃദയ പ്രതിഷ്ഠയിൽ അച്ഛൻ്റെ കൂടെ ശുശ്രൂഷയിൽ സംബന്ധിക്കാനും പ്രാർത്ഥിക്കാനും കർത്താവ് ചെല്ലും വലിയൊരു അഭിഷേകമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് ഞാൻ കർത്താവിന് ഒരുപാട് മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. വാസ്തവത്തിൽ സഹോദരങ്ങളെ, ആ എപ്പിസോഡുകളെല്ലാം ഇപ്പോൾ ഓരോ ദിവസം കേൾക്കുന്നത് കേട്ടാൽ പോരാ, പിന്നെ ഇരുന്ന് പല പ്രാവശ്യം ആ എപ്പിസോഡുകളെല്ലാം വീണ്ടും വീണ്ടും കേൾക്കണം. കാരണം സ്വർഗത്തിൽ നിന്ന് കർത്താവ് നേരിട്ട് തരുന്നൊരു ജ്ഞാനമാണത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ അഭിഷേകന്റെ എപ്പിസോഡ് സംബന്ധിക്കുമ്പോഴും ഇതിൻ്റെ റെക്കോർഡിങ് നടക്കുമ്പോഴും എല്ലാം അച്ഛൻ്റെ ഒരു കൂട്ടായ്മ തൊട്ടടുത്തുണ്ട്. അത് നമുക്കൊരു പ്രാർത്ഥന കൂട്ടായ്മയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ആമുഖത്തിൽ കണ്ട വചനം കർത്താവ് നൽകിയ ഒരു അനുഗ്രഹീത വചനമാണ്. കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുന്ന ഇങ്ങനെയാണ്: നമുക്ക് കർത്താവിന് ഒരുപാട് സ്തുതി പാടി മഹത്വപ്പെടുത്തണം. കാരണം അവിടുന്ന് വലിയ മഹത്വത്തോടെ പ്രവർത്തിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും കർത്താവ് വലിയ മഹത്വത്തോടെ പ്രവർത്തിക്കുന്ന സംഭവങ്ങളാണ്. ആ കർത്താവിൻ്റെ ഓരോ പ്രവൃത്തികളും കാണുമ്പോൾ അറിയാതെ തന്നെ കർത്താവിനെ സ്തുതിക്കാൻ സാധിക്കണം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നൊരു വിഷയവും അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. അപ്പോൾ നമുക്ക് ആമുഖത്തിൽ ഇതുവരെ കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും വിമല ഹൃദയ പ്രതിഷ്ഠ പൂർത്തിയാക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ എപ്പിസോഡ് കാണാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു. അനുദിന ജീവിതത്തിൽ ഈ ഒരു കാലഘട്ടത്തെ ദൈവം വീഴാതെ താങ്ങുന്നു, പാപത്തെ സംരക്ഷിക്കുന്നു. നടക്കില്ല എന്ന് വിചാരിച്ച് എത്രയോ കാര്യങ്ങൾ ദൈവം നടത്തി. എല്ലാത്തിനും കർത്താവിനെ സ്തുതി പാടി മഹത്വപ്പെടുത്താം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. യുവാക്കളും കുട്ടികളും പ്രായമുള്ളവരും എല്ലാവരും ചേർന്ന് കർത്താവിനെ നല്ല സന്തോഷത്തോടെ മഹത്വപ്പെടുത്തി ആരാധിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. കർത്താവേ, വെറും പൊടിയും ചാരവുമാണ് ഞങ്ങൾ, എന്നാലും കർത്താവേ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി എത്ര മഹനീയ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവമേ, ജീവിതത്തിന്റെ ഓരോ സെക്കൻഡിലും ഓരോ പ്രവർത്തനം അങ്ങയുടെ അത്ഭുതം മാത്രമാണ് ഏറ്റുപറയുന്ന കർത്താവ്. അങ്ങയെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, അങ്ങയെ ആരാധിക്കുന്ന കർത്താവേ, അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. ആരാധന 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 ആരാധന. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കൈകളടിച്ച് കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണ് മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണ്. കൈകൾ ഉയർത്തി കൈയടിച്ച് മഹത്വം മഹത്വം യേശുവിന്. മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. നന്നായി കരങ്ങൾ അടിച്ച്
വലിയ ആനന്ദത്തോടെ ഹൃദയത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തിയതാണ്. ദൈവം തന്നതല്ലാതെ വേറെ ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. ദൈവം നടത്തിയ വഴികളല്ലാതെ മറ്റൊരു വഴികൾ നമുക്കില്ല. ദൈവം പരിപാലിച്ച പരിപാലനെ ഓർത്താൽ കണ്ണുനീരോടെ സങ്കീർത്തനോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകും? കർത്താവിനെ ആരാധിക്കട്ടെ. ലോകം എന്നെ ഉയർത്തിയിടുമ്പോ എന്നെ അറിയുന്ന എൻ ദൈവമേ, ലോകം എന്നെ ഉയർത്തിയിടുമ്പോ എന്നെ അറിയുന്ന എൻ ദൈവമേ, യോഗ്യതയായി എനിക്കൊന്നുമില്ല, എന്റെ സർവ്വം നീ തന്ന ദാനമല്ലോ. യോഗ്യതയായി എനിക്കൊന്നുമില്ല, എന്റെ സർവ്വം നീ തന്ന ദാനമല്ലോ. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല 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 ഹല. കർത്താവേ കർത്താവേ, ഓ നാഥാ, ഹൃദയം തുറന്ന് ആരാധിക്കുകയാണ്, മനസ്സ് തുറന്ന് സ്തുതിക്കുകയാണ്. ദൈവം ഇന്നോളം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുകയാണ്. യോഗ്യത ഇല്ലാതിരുന്നിട്ടും ദൈവം അനുഗ്രഹിച്ച ദിവസങ്ങൾ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പാപത്തിൽ ആണ്ടുപോയിട്ടും ദൈവം കൈപിടിച്ച് അനുഗ്രഹിച്ച ഓരോ സംഭവങ്ങൾ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഇനി ഒരിക്കലും നടക്കുകയില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളിൽ ദൈവം ഇടപെട്ട സംഭവങ്ങൾ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഓ ദൈവമേ, നന്ദി പറയാൻ മറന്നുപോയ ഓരോ നാടുകളോട് അനുദപിച്ച് മഹത്വപ്പെടുത്തുകയാണ്. കർത്താവെ കൃപ ചൊരിയണമേ, കർത്താവെ അഭിഷേകം ചെയ്യണമേ, കർത്താവെ ശക്തിപ്പെടുത്തണമേ. ഓ ദൈവമേ, കൃതജ്ഞത അർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി കൂടുതൽ പ്രകടമാകുമെന്നുള്ള വചനം ഞങ്ങൾ ഓർത്ത് അങ്ങേ സ്തുതിക്കുകയാണ്. ആരാധന 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 ഹല 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 ആരാധന 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 യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. വലിയ സന്തോഷത്തോടെ നന്ദിയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സ്വസ്ഥമായിരിക്കാം. കുട്ടികളും യുവജനങ്ങളും ഒക്കെ ബൈബിളൊക്കെ എടുത്ത് ബൈബിളിലെ വചനങ്ങളൊക്കെ നോട്ട്ബുക്കിലൊക്കെ കുറിച്ച് നല്ല കൃപയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം നന്മ കണ്ടാൽ എന്ത് ചെയ്യണം. Praise the Lord. Praise the Lord. അനുദിന ജീവിതത്തിൽ ഒരുപാട് നന്മകൾ നമ്മുടെ ചുറ്റും നടക്കുന്നത് ഓരോ സെക്കൻഡിലും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരു നന്മ കണ്ടാൽ ഉടനടി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് വചനത്തിൽ കൃത്യമായി കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ വചനങ്ങളെല്ലാം ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് തരും. എഫേസ്യസ് ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം, എഫേഷ്യൻസ് ചാപ്റ്റർ 2:10. സ്ക്രീനിൽ നോക്കി വചന ഹൃദയ തുറവിയോടെ നമുക്ക് വായിക്കാം. നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ്, നമ്മളെ സൃഷ്ടിച്ചത് ദൈവമാണ്. ജെറമിയ പ്രവാചകൻ പറയുന്നത് പോലെ അവിടുന്ന് കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് എന്നതുപോലെ കർത്താവ് നമ്മളെ ആ കളിമണ്ണ് എന്നതുപോലെ നമ്മളെ രൂപപ്പെടുത്തിയെടുത്തു. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ കരവേലയാണ്, ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. എന്തിനു വേണ്ടി ദൈവം നമ്മളെ സൃഷ്ടിച്ചു എന്നതിനെക്കുറിച്ച് ആ വചനത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അവിടെ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കി വച്ചിരിക്കുന്ന ചില സൽപ്രവർത്തികൾ, ചില നന്മ പ്രവർത്തികൾ ചെയ്ത് പൂർത്തിയാക്കി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയിട്ടാണ് ഓരോ വ്യക്തിയെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ
നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം ഓൾറെഡി നമ്മളിലൂടെ ഈ ലോകത്തിൽ ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ചില നന്മ പ്രവർത്തികൾ ചെയ്തു വെച്ചിരിക്കുക. ഒരു കമ്പ്യൂട്ടറിൽ ഒരു പ്രോഗ്രാം ചെയ്ത് വെക്കുന്നത് പോലെ തന്നെ സൃഷ്ടിക്കുന്ന സമയത്ത് തന്നെ വൈദികനാവാം, സിസ്റ്ററാകാം, അൽമായ ശുശ്രൂഷകരാകാം, കുടുംബജീവിതം നയിക്കുന്നവരാകാം, ഏകസ്വ ജീവിതം നയിക്കുന്നവരാകാം, പല വിധത്തിൽ പല ജീവനാന്തസ്സിൽ വ്യാപരിക്കുന്നവരാകാം. എന്നാൽ ഓരോരുത്തരും ചെയ്യേണ്ട ചില നന്മ പ്രവൃത്തികൾ ദൈവം വരെ പ്രീ പ്ലാൻഡ് ആയിട്ട് ദൈവം ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത് പൂർത്തിയാക്കണം. അത് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മളെന്താ ഒരു മെഷീൻ നിർമ്മിച്ചു എന്ന് കരുതുക. ഇപ്പോൾ തെങ്ങ് കയറാനുള്ളൊരു യന്ത്രം എന്ന് കരുതുക. അപ്പോൾ അതങ്ങനെ അല്ലെങ്കിൽ ഒരു മെഷീൻ നമ്മൾ നിർമ്മിക്കുമ്പോൾ നമുക്ക് ചില ഉദ്ദേശമുണ്ട്. ഇന്ന കാര്യങ്ങൾ നടക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ വലിയ മഹനീയ കാര്യങ്ങൾ, വലിയ മഹനീയ നന്മ പ്രവൃത്തികൾ നമ്മളോട് നടക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോ മിശിഹ കുരിശിൽ മരിച്ച് ഉദ്ധാനം ചെയ്തത് എന്തിനു വേണ്ടി? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. എന്നാൽ ആ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ചില സൽപ്രവർത്തികൾ നമ്മൾ ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഈശോ മിശിഹ കുരിശിൽ മരിച്ചു ഉയർത്തത്. അതിനെക്കുറിച്ച് നമുക്ക് വെളിച്ചം കിട്ടുന്ന ഒരു തിരുവചന ഭാഗം തീത്തോസിൻ്റെ ലേഖനത്തിലാണ്. പൗലോസ്ലീഹ തീത്തോസിന്റെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 14-ാമത്തെ വാക്യമാണ്. ചാപ്റ്റർ 2 വേഴ്സ് 14. വചനം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: യേശുക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്കു വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ തന്നെ ബലിയർപ്പിച്ചു. അപ്പൊ എന്തിനാണ് ഈശോ കുരിശിൽ മരിച്ചത്? പാപത്തിൽ നമ്മൾ രക്ഷിക്കാൻ, തിന്മയിൽ നമ്മൾ രക്ഷിക്കാൻ. അതുകൊണ്ട് മാത്രമല്ല, അതിനുശേഷം കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്: സൽപ്രവർത്തികൾ, അതായത് നന്മ പ്രവർത്തികൾ ചെയ്യുന്നതിൽ നല്ല തീഷ്ണത, നല്ല ഉത്സാഹം, നന്മ ചെയ്യാൻ ഭയങ്കര ഉത്സാഹം. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ, ഒരു ജനതയെ തനിക്കു വേണ്ടി പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവ് കുരിശിൽ മരിച്ചുയർത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വാസ്തവത്തിൽ സൃഷ്ടിയുടെ ഉദ്ദേശം തന്നെ നന്മ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം, നന്മ ചെയ്ത് സ്വർഗത്തിൽ എത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഈ നന്മ ശരിക്കും ചെയ്യുന്നതും ആര് തന്നെയാ? ദൈവം തന്നെയാണ്. നമ്മളിൽ ഉള്ളിൽ നിന്ന് ദൈവം പ്രവർത്തിക്കുകയാണ്. ഫിലിപ്പി ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 6-ാമത്തെ വാക്യം, ചാപ്റ്റർ 1 വേഴ്സ് 6, അവിടെ ഈ കാര്യം കുറച്ചുകൂടെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? നിങ്ങളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ ദിനമാകുമ്പോഴേക്കും അത് പൂർത്തിയാക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അപ്പോൾ പൗലോസ്ലീഹ പറയാണ്, ഫിലിപ്പിയർക്ക് ലേഖനത്തെ പറയാണ്, നിങ്ങൾ ഇപ്പോൾ വിശ്വാസത്തിലേക്ക് വന്നു, നിങ്ങൾ മാമോദിസ സ്വീകരിച്ചു, നിങ്ങൾ കർത്താവിനെ അറിഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. ഇനി എനിക്ക് ഒരു കാര്യത്തിൽ നല്ല ഉറച്ചൊരു ബോധ്യമുണ്ട്. പൗലോസ്ലീഹ പറയുക, എന്താണത്? നിങ്ങളിൽ ഓൾറെഡി കർത്താവ് ചില സൽപ്രവർത്തികൾ നിങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു, നിങ്ങളത് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞു, നിങ്ങളിലൂടെ കർത്താവ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, കർത്താവിന് 2-ാമത്തെ ആഗമനം ആകുമ്പോഴേക്കും അതെല്ലാം പൂർത്തിയാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മരണ ദിവസം ആകുമ്പോഴേക്കും അത് കർത്താവ് പൂർത്തിയാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ നന്മ പ്രവൃത്തി മുഴുവൻ ചെയ്യുന്നത് ദൈവം തന്നെയാണ്. ദൈവമാണ് നമ്മളിലൂടെ ഇതെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നന്മ ആരംഭിച്ചത് ദൈവമാണ്, നന്മ പ്ലാൻ ചെയ്തത് ദൈവമാണ്, അത് ആരംഭിച്ചതും ദൈവമാണ്, അത് ചെയ്യുന്നതും ദൈവമാണ്, അത് പൂർത്തിയാക്കുന്നതും ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, ഒരു നന്മ കാണുമ്പോൾ നമുക്കുണ്ടാകേണ്ട വലിയൊരു മനോഭാവമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറയുകയാണ്, അച്ഛൻ ആ കാര്യം ചെയ്ത് വളരെ ബെസ്റ്റായി, നന്നായി എന്ന് എന്നോട് പറയുകയാണെന്ന് വിചാരിക്കുക. അപ്പം ഞാനല്ല, എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സഹോദരനാണ് അത് ചെയ്തതെന്ന് കരുതുക. ഞാനല്ല അത് ചെയ്തത്, വേറൊരാളായിരുന്നു ചെയ്തത്. ഉടനെ തന്നെ നമ്മൾ വേഗം പറയും, അയ്യോ അത് ഞാനല്ല കേട്ടോ ചെയ്തത്, അത് നമ്മുടെ ഈ സഹോദരനാണ് ചെയ്തതെന്ന് വേഗം ചാടി പറയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന, നമ്മളിലൂടെ കർത്താവ് ചെയ്യുന്ന ചില നന്മ പ്രവർത്തികൾ കാണുമ്പോൾ നമ്മൾ വേഗം അപ്രീഷിയേറ്റ് പറയും, അച്ഛാ നന്നായി, സിസ്റ്റർ നന്നായി, ചേട്ടാ നന്നായി, അല്ലെങ്കിൽ അമ്മച്ചിയെ നന്നായി, ചേട്ടാ നന്നായി എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ നമ്മളാണോ അത് ചെയ്തത്? നമ്മളല്ല ചെയ്തത്. പിന്നെ ആരാണ് ചെയ്തത്? ദൈവമാണ് ചെയ്തത്.
ഉടനെ തന്നെ നമ്മൾ അയ്യോ അത് ഞാനല്ല ദൈവമാണ് ചെയ്യുന്ന വേഗം ചാടി പറയും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഇനി നേരെ മറിച്ച് ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു കുറച്ച് മഹത്വവും കുറച്ച് പുകഴ്ചയും കുറച്ച് പ്രശംസയും കുറച്ചൊക്കെ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഇത് നമ്മളെ ഒരു കാര്യത്തിന് വേണ്ടി അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളല്ല അത് ചെയ്തെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കും. അപ്പോൾ എല്ലാ പുകഴ്ചയും ഇങ്ങോട്ട് പോരട്ടെ എന്നുള്ള രീതിയിൽ എൻ്റെ സഹോദരങ്ങളെ, അപ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ദൈവം നന്മ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ പല പ്രചോദനങ്ങളും ദൈവം തന്ന് ദൈവം അത് ആരംഭിച്ച് ദൈവം തന്നെ ചെയ്ത് ദൈവം തന്നെ പൂർത്തിയാക്കുന്നു. പക്ഷേ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ? അതിൻ്റെ എല്ലാ മഹത്വവും അതിൻ്റെ എല്ലാ പുകഴ്ചയും നമ്മൾ തന്നെ പലപ്പോഴും എടുക്കും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. വാസ്തവത്തിൽ ഒരാളുടെ നന്മ പ്രവൃത്തി കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. Gospel of St. Matthew chapter 5 verse 16. നമുക്ക് വചനം വായിക്കാം. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ഹല്ലേലൂയാ. Hallelujah. അപ്പോ ആ വചനം വെളിപ്പെടുത്താണ്, മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് ആരെ മഹത്വപ്പെടുത്തണം? സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തണം. സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ സഹോദരങ്ങളെ ഒരു അടിമുടി ഒരു ചേഞ്ച് വരുത്തണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഒരാളുടെ നന്മ കണ്ടാൽ ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ട ആ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇങ്ങനെ മറ്റുള്ളവരെ പ്രതി അവർ ചെയ്ത നന്മയെ പ്രതി നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മൾ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ അപ്പോൾ സംഭവിക്കുന്ന മറ്റൊരു വലിയ കാര്യമുണ്ട്. അവരും ഉടൻ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരാൾ പറയാം, എടാ മോനെ നീ നിനക്കിത് ചെയ്യാൻ ദൈവം ഭയങ്കരമായിട്ട് കൃപ തന്നു കേട്ടോ, ഈശോ നിന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ആ വ്യക്തി എന്ത് പറയും? ശരിയാച്ചാ, ശരിക്കും എൻ്റെ വഴി കഴിവൊന്നുമല്ല, ഈശോ തന്നെയാണ് ചെയ്തത്. അപ്പോൾ എന്തായി? രണ്ട് കൂട്ടരും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എന്തൊരു ബ്ലെസ്സിംഗ് ആണ് സഹോദരങ്ങളെ. ഹല്ലേലൂയാ. Hallelujah. Praise the Lord. Praise the Lord. ഇത് ബൈബിളിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ ഈ വചനം പ്രാക്ടീസ് ചെയ്ത സ്ത്രീഹന്മാരെ അപ്പോസ്തലന്മാരിലൊക്കെ ഒരുപാട് പേരെ പ്രാക്ടീസ് ചെയ്ത വചനങ്ങൾ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും. ഗലാത്യ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യമാണ്. നമുക്ക് വചനം വായിക്കാം. എന്നെ പ്രതി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇതാരാ പറയുന്നത്? പൗലോസ്ലീഹായാണ് പറയുന്നത്. ആ പ്രദേശത്തുണ്ടായിരുന്ന ദൈവജനം പൗലോസ്ലീഹായെ അല്ല മഹത്വപ്പെടുത്തിയത്, പിന്നെ ആരെയാണ് മഹത്വപ്പെടുത്തിയത്? ദൈവത്തെയാണ് മഹത്വപ്പെടുത്തിയത്. അതുകൊണ്ട് സ്ലീഹാ എഴുതി വെച്ചിരിക്കുകയാണ്, അവർ എന്നെ അല്ല ദൈവത്തെയാണ് മഹത്വപ്പെടുത്തിയത്. എന്നെ പ്രതി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയാ. Hallelujah. അതിന്റെ പശ്ചാത്തലമുണ്ട്. അതായത് പൗലോസ്ലീഹ എന്ന് പറയുന്ന സാവൂളായിരുന്ന കാലഘട്ടത്തിൽ സഭയെ ഒരുപാട് പീഡിപ്പിച്ച് തകർത്തിരുന്ന ആളാണ്. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തെക്കുറിച്ച് ആർക്കും ഇങ്ങനെ അറിവില്ല. അപ്പോൾ പറഞ്ഞു കേട്ട് ചിലർ അറിയാണ്, പണ്ട് ഈ വിശ്വാസം നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന അവൻ തന്നെ ഇപ്പോൾ വിശ്വാസത്തിന് സാക്ഷ്യം നൽകുന്നു എന്നൊരു വാർത്ത ഇങ്ങനെ ആ പ്രദേശത്തുള്ള ആൾക്കാർ അറിയുകയാണ്. അതാണ് 23-ാമത്തെ വാക്യത്തിൽ അങ്ങനെയാണ് കാണുന്നത്. ഉടനെ അതായത് ഇങ്ങനൊരു വാർത്ത കേട്ട്, ഒരു നന്മയുടെ വാർത്ത കേട്ട്, പണ്ട് വിശ്വാസം നശിപ്പിച്ചവൻ ഇപ്പൊ വിശ്വാസത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നു. ഉടനെ അവർ ചെയ്ത പ്രവൃത്തി എന്താ? അവർ ചെയ്ത പ്രവൃത്തി ഉടനെ പൗലോസ്ലീഹായെ അപ്രീഷിയേറ്റ് ചെയ്യുകയല്ല ചെയ്തത്, ഉടനെ തന്നെ പൗലോസ്ലീഹായെ പ്രതി കർത്താവിനെ മഹത്വപ്പെടുത്തി. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ. Hallelujah. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ആരുടെ നന്മ പ്രവൃത്തി കണ്ടാലും അപ്പൊ തന്നെ കർത്താവിനെ മഹത്വപ്പെടുത്തണം. ഇപ്പോൾ കുട്ടികൾ ചിന്തിച്ച് നോക്ക്, വീട്ടിൽ നമ്മുടെ അമ്മ അല്ലെങ്കിൽ മമ്മി എല്ലാ ദിവസവും ചോറും കറികളും ഭക്ഷണവും എല്ലാം ഉണ്ടാക്കി തരുന്നു അല്ലേ? എന്തൊരു നന്മ പ്രവൃത്തി ചെയ്ത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? അമ്മയെ പ്രതി മമ്മിയെ പ്രതി കർത്താവിനെ അങ്ങോട്ട് മഹത്വപ്പെടുത്തണം. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. Hallelujah. ജീവിതത്തിൽ എവിടെ നന്മ കണ്ടാലും അപ്പോൾ തന്നെ കർത്താവിനെ മഹത്വപ്പെടുത്തണം. ഇതൊരു വചനം പാലിക്കണം, അത് വലിയ കൃപയാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട ഒരു സംഭവം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പട്ടം കെട്ടി ഒരു ഇടവകയിൽ അസേന്തി അച്ഛനായിട്ട് കൊച്ചച്ഛനായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന സമയം. അങ്ങനെ ശുശ്രൂഷ കഴിഞ്ഞ് 1 വർഷത്തെ ശുശ്രൂഷയായിരുന്നു ആ പള്ളിയിലുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് എനിക്ക് ട്രാൻസ്ഫറായി, മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫറായി. അങ്ങനെ ട്രാൻസ്ഫറായ സമയത്ത് സാധാരണഗതിയിൽ അച്ഛന്മാർക്ക് സെൻഡോ മീറ്റിംഗ് കൊടുക്കും അല്ലേ? അങ്ങനെ അപ്പോൾ എന്നോട് വികാരിയച്ഛൻ പറഞ്ഞു, അടുത്ത ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് സെൻഡോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രത്യേകം, എനിക്ക് സെൻഡ് ഓഫിനോട് നിങ്ങൾ താല്പര്യമുള്ളതല്ല, പക്ഷേ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. അതിൻ്റെ ഇടവകയുടെ ചട്ടവട്ടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
അപ്പോൾ ഞാൻ വിചാരിച്ചു 2 മണിക്ക് അപ്പോൾ ഹോളിൽ മീറ്റിംഗ്, അപ്പോൾ കുറച്ച് പേര് താങ്ക്സ് പറയും, പിന്നെ കുറച്ച് പേര് അത് പറയും ഇത് പറയും, പിന്നെ എന്താ തരണത്, ഒരു പൂച്ചെണ്ട് തരും, അങ്ങനെ ബൈയൊക്കെ പറയും എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. 2 മണി ആയപ്പോഴത്തേക്കും ആൾക്കാർ വന്ന സമയത്ത് ആൾക്കാരൊന്നും ഹോളിലൊന്നും ഇല്ല. ആൾക്കാരെല്ലാം വന്ന് പള്ളിയിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ വികാരിച്ച് എന്നെ വിളിച്ച് 2 മണിയായപ്പോൾ വിളിച്ച് അച്ഛാ താഴെ പള്ളിയിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ പള്ളിയിലേക്ക് ചെന്ന് അപ്പോൾ ഞാൻ വെച്ച് പള്ളിയിലായിരിക്കും ഇനി മീറ്റിംഗ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വികാരിച്ചൻ വേഗം ആൾക്കാർ ആമുഖാനം പടന്ന് വിശുദ്ധ കുർബാനയുടെ ആരാധന എഴുന്നള്ളിച്ച് വെച്ചു. എന്നിട്ട് 1 മണിക്കൂർ സമയം ആ ഇടവകാർ ചെയ്തൊരു കാര്യമെന്ന് പറയുന്നത്, ആ ഇടവകയിൽ 1 വർഷം ഞാൻ ശുശ്രൂഷ ചെയ്തപ്പോൾ ഈ കർത്താവ് ഏതൊക്കെ കാര്യങ്ങൾ എന്നിലൂടെ പ്രവർത്തിച്ച ആ കാര്യത്തെ മുഴുവൻ ഓർത്ത് അവർ കർത്താവിന് നന്ദി പറഞ്ഞു. എന്നോട് ഒരു നന്ദി വാക്ക് പോലും പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അന്ന് എൻ്റെ മനസ്സിൽ കർത്താവ് തന്നൊരു വചനമാണ്, എന്നെ പ്രതി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി, എന്നെ പ്രതി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ചുറ്റുമുള്ളവര് എത്രയോ നന്മ പ്രവർത്തികൾ, ഓഫീസിൽ, ജോലി സ്ഥലത്ത്, സ്കൂളിൽ, കോളേജിൽ, എവിടെ ചെല്ലും എത്ര നന്മകളാണ് കാണുന്നത്. അതെല്ലാം പ്രതി കർത്താവിനെ മഹത്വപ്പെടുത്തണം. അപ്രിസിയേഷൻ പറയണം. പറയുന്ന കൂട്ടത്തിൽ തന്നെ പറഞ്ഞു, ദൈവം ഇത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. പുതിയ നിയമത്തിൽ ചില തലക്കെട്ടുകളുണ്ട്. ഒരു തലക്കെട്ട് എങ്ങനെയാണ്, എലിസബത്ത് മറിയത്തെ സ്തുതിക്കുന്നു, അല്ലേ? അപ്പൊ മറിയത്തിൽ വലിയ നന്മ പ്രവൃത്തി ദൈവം ചെയ്തിരിക്കുകയാണ്. ഒരെണ്ണം എലിസബത്ത് മറിയത്തെ അല്ല സ്തുതിക്കുന്നത്, പിന്നെയോ മറിയത്തിന് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ദൈവത്തെയാണ് സ്തുതിക്കുന്നത്. അടുത്ത തലക്കെട്ട് മറിയത്തിന്റെ സ്തോത്രഗീതം. ലൂക്കായുടെ സുവിശേഷത്തിൽ മറിയം എന്താ ചെയ്യുന്നത്? മറിയം ദൈവത്തെ സ്തുതിക്കുകയാണ്. അടുത്തത് പിന്നെ സക്കറിയായുടെ പ്രവചന ഗീതം, അല്ലേ? സ്നാപയോഹന്നാനിൽ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്തിരിക്കുകയാണ്. അപ്പൊ അവനെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നത്, പക്ഷേ പറയുന്ന ആരെയാ? ദൈവത്തെയാണ് മഹത്വപ്പെടുത്തുന്നത്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങുന്നത് എൻ്റെ സഹോദരങ്ങളെ വിധിനാളിൽ വലിയ കൃപയ്ക്ക് കാരണമായിട്ട് തീരും. അതിനെക്കുറിച്ച് നമുക്ക് വെളിച്ചം കിട്ടുന്നൊരു തിരുവചനഭാഗം നമ്മൾ വായിക്കുന്നത് പത്രോസേക്ക് എഴുതിയ ലേഖനത്തിലാണ്. 1 പത്രോസ് 2:12. 1 Peter chapter 2 verse 12. വിജാതിയരുടെ ഇടയിലുള്ള നിങ്ങളുടെ പെരുമാറ്റം നന്നായിരിക്കട്ടെ. നിങ്ങൾ ദുഷ്കർമ്മികളാണെന്ന് നിങ്ങൾക്കെതിരായി പറയുന്നവർ നിങ്ങളുടെ നല്ല പ്രവർത്തികൾ കണ്ട് പ്രത്യാഗമന ദിവസം ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന്റെ 2ാമത്തെ ആഗമനത്തിൽ സംഭവിക്കുന്ന വലിയൊരു കാര്യത്തെക്കുറിച്ച് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. അതായത് മറ്റു ആൾക്കാരുടെ മുൻപിൽ നമ്മുടെ പെരുമാറ്റം നല്ല പെരുമാറ്റമായിരിക്കട്ടെ, നന്മ പ്രവർത്തികൾ ചെയ്യട്ടെ, ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിലൂടെ നിറവേറട്ടെ. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അവര് നിങ്ങളെ പ്രതി കർത്താവിനെ മഹത്വപ്പെടുത്തും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഇവാഞ്ചലൈസേഷന് വേണ്ടിയിട്ടുള്ള മെത്തഡോളജിയും കൂടിയാണത്. ആ സൽപ്രവൃത്തികളെല്ലാം സ്വർഗത്തിൽ വലിയ പ്രതിഫലമുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനേകം ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ വർഷിക്കപ്പെടുന്നതിന് ഇത് കാരണമായിട്ട് തീരും. അത് വ്യക്തമാക്കുന്ന ഒരു ഉദാഹരണം വിശുദ്ധ ഫൗസ്തീന ഡയറി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1312 ഖണ്ഡികയിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിങ്ങനെയാണ്, വിശുദ്ധ ഫൗസ്തീന വളരെ സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഒരു നന്മ പ്രവൃത്തി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വലിയ ഒരു ദൈവാനുഭവം ഉണ്ടായി, വലിയൊരു ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ടായി. ഭയങ്കരമായ ദൈവം വന്ന് നിറഞ്ഞ് ഭയങ്കര ഒരു അഭിഷേകം ഉണ്ടായി. ഉടനെ ഫൗസ്തീന ദൈവസന്നിധിയിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥനയോ പ്രത്യേകിച്ച് ഒന്നും നടത്തിയില്ലെങ്കിലും എന്താ പ്രത്യേകിച്ച് ഇങ്ങനെ അങ്ങ് എൻ്റെ അടുത്തേക്ക് എഴുന്നേൽ വരാനുള്ള കാരണം എന്താണ് എന്നുള്ള തരത്തിൽ ചിന്ത വരുമ്പോൾ ഫൗസ്തീനയുടെ കർത്താവിൻ്റെ ആത്മ വെളിപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഞാനത് വായിക്കാം. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ രൂപത്തിൽ ഈശോ ഇന്ന് പ്രധാന കവാടത്തിങ്കൽ വന്നു. ക്ഷീണിച്ച് മെലിഞ്ഞ് നഗ്നപാതനായി കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചാണ് ചെറുപ്പക്കാരൻ വന്നത്. മഴ പെയ്ത് വളരെ തണുപ്പ് അനുഭവപ്പെട്ടിരുന്ന ദിവസമായതിനാൽ അവനെ തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ എന്നോട് ചൂടുള്ള എന്തെങ്കിലും കഴിക്കുവാനായി ചോദിച്ചു. ഞാൻ യാതൊന്നും അവിടെ കണ്ടില്ല. കുറച്ച് സമയം തിരഞ്ഞപ്പോൾ അല്പം സൂപ്പ് ലഭിച്ചു. ഞാനത് വീണ്ടും ചൂടാക്കി കുറച്ച് റൊട്ടി കഷ്ണങ്ങൾ അതിലിട്ട് ആ പാവം ചെറുപ്പക്കാരന് കൊടുത്തു. അവനത് ഭക്ഷിച്ചു. അവനെന്ന് പാത്രം തിരിച്ചു വാങ്ങിയ സമയത്ത് അവൻ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജാവാണെന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്നു. അവിടുന്ന് ആയിരിക്കുന്ന പോലെ ഞാൻ ദർശിച്ച നിമിഷത്തിൽ തന്നെ അവിടുന്ന് അപ്രത്യക്ഷനായി. ഞാൻ തിരികെ വന്ന് ഗേറ്റിങ്കൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ വാക്കുകൾ എൻ്റെ ആത്മാവിൽ ശ്രവിച്ചു. എൻ്റെ മകളെ, പാവപ്പെട്ട മനുഷ്യർ ഗേറ്റിനരികെ നിന്ന് പോകുമ്പോൾ അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് എന്നെ വാഴ്ത്തുന്നത് എൻ്റെ കാതുകളിലെത്തി.
അനുസരണത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള നിന്റെ അനുകമ്പ എന്നെ വളരെയധികം പ്രീതിപ്പെടുത്തി. അതിനാലാണ് നിന്റെ കാരുണ്യത്തിന്റെ ഫലം അനുഭവിക്കാൻ എൻ്റെ സിംഹാസനത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നത്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ. അപ്പോ വിശുദ്ധ ഫൗസ്തീനെ മുറിയിരിക്കുമ്പോൾ വലിയൊരു ദൈവാനുഭവം ഉണ്ടാകുകയാണ്. അപ്പൊ എന്താണ് ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചൊന്നും ഇല്ലല്ലോ. അപ്പൊ പറയാണ്, നീ കുറച്ചു മുമ്പ് ചെറിയൊരു നന്മ പ്രവൃത്തി ചെയ്തില്ലേ? ആ ചെറുപ്പക്കാരൻ ഇച്ചിരി ഭക്ഷണം കൊടുത്തത് ഓർണ പോകുന്ന വഴിക്ക് ആ ചെറുപ്പക്കാരൻ പിന്നെ ഈ ഫൗസ്തീനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവമേ, ആ സിസ്റ്റർ വലിയ അനുകമ്പ കാണിച്ചല്ലോ, ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പൊ തന്നെ ദൈവത്തിന്റെ കാതുകളിൽ സ്വരമെത്തി. ഭൂമിയിൽ നിന്ന് ഒരാൾ മഹത്വപ്പെടുത്തുന്നു, ആരെയോ പ്രതി ദൈവത്തെ സ്തുതിക്കുന്നു, ആരെയോ പ്രതി നന്ദി പറയുന്നു. ഉടനെ തന്നെ ദൈവം നോക്കിയത് ആരാണ്? അപ്പോഴാണ് വിശുദ്ധ ഫൗസ്തീനെയാന്ന് മനസ്സിലാകുന്നത്. ഉടനെ ഫൗസ്തീനയ്ക്ക് വലിയൊരു ദൈവ സാന്നിധ്യം കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദരങ്ങൾ ഇങ്ങോട്ട് നോക്ക്. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികളാണെങ്കിൽ പപ്പയെ ഓർത്ത്, പപ്പ കഷ്ടപ്പെടുന്നത്, നമുക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് കർത്താവിനെന്ന് മഹത്വപ്പെടുത്തുക. കാര്യം കുറച്ച് തിന്മകൾ എല്ലാവരിലും ഉണ്ടാകും, എന്നാൽ എത്രയോ നന്മയാണ് നിൽക്കുന്നത്. അത് മമ്മിയെ ഓർത്ത്, അല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിൽ ജീവിത പങ്കാളിയെ ഓർത്ത്, അല്ലേ, ചുറ്റുമുള്ള സഹോദരങ്ങളെ ഓർത്ത്, ബന്ധുക്കളെ ഓർത്ത്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെ ഓർത്ത്, ശുശ്രൂഷകരെ ഓർത്ത്, എത്ര പേരാണ്. ഒരു സെക്കൻഡ് കർത്താവിനെ വാഴ്ത്തിയാൽ ആ സെക്കൻഡ് തന്നെ ദൈവം എന്തുമാത്രം ബ്ലെസ്സിംഗ് ആണ്. നമ്മൾ ആരെ പ്രതിയാണ് കർത്താവിനെ മഹത്വപ്പെടുന്നത്, അവർക്ക് അപ്പം കർത്താവ് കൊടുക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച്, സ്വഭാവത്തിലൊരു ചേഞ്ച്, പ്രവൃത്തിയൊരു വ്യത്യാസം, എല്ലാത്തിനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു കൃപയിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു. ഈ ആരാധന സമയത്ത് ഈ ഒരു കൃപ, ഒരു ഓർമ്മയായി മനസ്സിൽ എപ്പോഴും നിൽക്കാൻ വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. ലൂക്കായുടെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവാക്യം. കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനരഹിത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ. കർത്താവേ, പലപ്പോഴും അവിടുന്ന് ചെയ്ത നന്മ, അവിടുന്ന് ഞങ്ങളുടെ പ്രവർത്തിച്ച കാര്യങ്ങൾ, അവിടുന്ന് തന്നെ തുടങ്ങി അവിടെ തന്നെ പൂർത്തിയാക്കിയ കാര്യങ്ങൾ, അതിലെപ്പോഴും മഹത്വം ഞങ്ങൾ തന്നെ എടുത്ത ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രോത്സാഹനവും അതിൻ്റെ പ്രശംസയും ഞങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിച്ച സംഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ദൈവമേ, മറ്റുള്ളവരുടെ നന്മ കണ്ട് അങ്ങയെ മഹത്വപ്പെടുത്താതെ പോയ എല്ലാ സംഭവങ്ങളും ഓർത്ത് അനുദപിക്കുകയാണ്. കർത്താവിൻ്റെ വലിയ കൃപ നമ്മുടെ മേൽ നിറയട്ടെ. നമ്മുടെ പല സ്വാർത്ഥതകളും നമ്മൾ അഴിഞ്ഞു പോകട്ടെ. കാര്യങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ഞങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആത്മപ്രശംസയുടെയും അഹങ്കാരത്തിൻ്റെയും, കർത്താവേ, അലസതയുടെയും പലതരത്തിലുള്ള സ്വയസ്നേഹത്തിൻ്റെയും എല്ലാ കെട്ടുകളും, തിന്മകളും, ബന്ധനങ്ങളും, ആധിപത്യങ്ങളും, ശല്യങ്ങളും യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ വിട്ടൊഴിഞ്ഞ് നിത്യം നിബന്ധിക്കട്ടെ. അഹങ്കാര ചിന്തയിൽ ഞാനെന്ന ഭാവം യേശുവിൻ നാമം തകരട്ടെ. അഹങ്കാര ചിന്തയിൽ ഞാനെന്ന ഭാവം യേശുവിൻ നാമം തകരട്ടെ. നാദാദിനാഥനാ മിശിഹാനാഥ, നിൻ നാമം ഭൂവിലെങ്ങും നിറയട്ടെ. സ്വാർത്ഥ ചിന്തയും അലസ സ്വഭാവം യേശുവിൻ നന്മ ചെയ്യാനുള്ള മടി യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. അലസ സ്വഭാവം യേശുവിൻ നാമം തകരട്ടെ. നാദാദിനാഥനാ മിശിഹാനാഥ, നിൻ നാമം ഭൂവിലെങ്ങും നിറയട്ടെ. നാദാദിനാഥനാ മിശിഹാ. ഈ ലോകത്തിന്റെ അംഗീകാരം, സ്നേഹം, പ്രോത്സാഹനം, ആഗ്രഹങ്ങൾ ഈശോയുടെ നാമത്തിൽ നീങ്ങിപ്പോട്ടെ. ഈ ലോകത്തിൻ ബന്ധനമെല്ലാം യേശുവിൻ നാമം തകരട്ടെ. ഈ ലോകത്തിൻ ബന്ധനമെല്ലാം യേശുവിൻ നാമം തകരട്ടെ. നാദാദിനാഥനാ മിശിഹാനാഥ, നിൻ നാമം ഭൂവിലെങ്ങും നിറയട്ടെ. നാദാദിനാഥനാ മിശിഹാനാഥ. ഒരു പുതിയ അഭിഷേകം ഈശോ നമ്മുടെ മേൽ തുറന്നു തരാൻ ആഗ്രഹിക്കുന്നു. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. Yes,